ശ്വാസമുട്ടുന്നു. നഗരവീതിയിലൂടെ നടക്കാൻ കഴിയുന്നില്ല. അന്തരീക്ഷം അത്രയ്ക്ക് മലിനമാണ്. പറഞ്ഞു വരുന്നത് ഡൽഹിയെക്കുറിച്ചല്ല, ഉത്തർപ്രദേശിലെ ഗാസിയാബാദിനെ കുറിച്ചാണ്. സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ പുറത്തുവിട്ട 2025-26 വായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഉത്തരേന്ത്യൻ നഗരങ്ങൾ ഒന്നടങ്കം ഇടം പിടിച്ചിരിക്കുകയാണ്. ഈ പട്ടികയിലെ ആദ്യ 10 നഗരങ്ങളിൽ ഭൂരിഭാഗവും BJP ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാനങ്ങളാണ്. 2025 ഒക്ടോബർ മുതൽ 2026 ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ 10 നഗരങ്ങളിൽ 9 എണ്ണവും BJP നേരിട്ടോ സഖ്യകക്ഷികൾ വഴിയോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. വായുവിലെ സൂക്ഷ്മ കണികകളുടെ അളവ്, അതായത് പാർട്ടിക്കിൾ മാറ്റർ, അടിസ്ഥാനമാക്കിയാണ് വായുവിന്റെ ഗുണനിലവാര റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ നഗരം ഗാസിയാബാദാണ്. നവംബറിൽ ഗാസിയാബാദിലെ PM 2.5 സാന്ദ്രത 224 മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആയിരുന്നുവെന്നാണ് ഞെട്ടിക്കുന്ന കണക്ക്. രാജ്യ തലസ്ഥാന മേഖലയിൽ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന നഗരങ്ങളാണ് ഗാസിയാബാദും നോയിഡയും എന്നതുകൂടി ഓർക്കണം. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ രണ്ടാമത്തെ നഗരം നോയിഡയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്യപ്പെട്ട നഗരമാണ് നോയിഡ എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. ആ നഗരമാണ് വായു മലിനീകരണത്തിന്റെ കാര്യത്തിൽ ഡൽഹിയേക്കാളും മുന്നിൽ നിൽക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് നോയിഡയിലെ ശരാശരി PM 2.5 സാന്ദ്രത 166 മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആയിരുന്നു. പട്ടികയിൽ 3-ാം സ്ഥാനമാണ് ഡൽഹിക്ക്. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡ, ബാഗ്പത്, ഹരിയാനയിലെ ബഹദൂർഗഡ്, ദാരുഹേര, ഗുരുഗ്രാം, ചാർഖി-ദാദ്രി, രാജസ്ഥാനിലെ ഭിവാഡി തുടങ്ങിയവയാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന മറ്റ് നഗരങ്ങൾ. അതായത് ഏറ്റവും മലിനമായ 10 നഗരങ്ങളിൽ 4 എണ്ണം ഉത്തർപ്രദേശിലും 4 എണ്ണം ഹരിയാനയിലും 1 എണ്ണം രാജസ്ഥാനിലുമാണ്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം അധികാരം കൈയാളുന്നത് BJP ആണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം പദ്ധതിയിൽ ഉൾപ്പെട്ട നഗരങ്ങളിൽ പോലും മലിനീകരണം ഒട്ടും കുറവല്ല എന്നതാണ് വിരോധാഭാസം. അതേസമയം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ശുദ്ധമായ വായുവുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കർണാടകയിലെ ചാമരാജനഗറാണ്. ഏറ്റവും കുറഞ്ഞ മലിനീകരണമുള്ള 10 നഗരങ്ങളിൽ 8 എണ്ണവും കർണാടകയിലാണ്. ഉത്തരേന്ത്യൻ നഗരങ്ങൾ മലിനീകരണത്തിൽ മുന്നിലെത്താൻ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമായും ഭരണപരമായ വീഴ്ചകളാണ്. വ്യവസായശാലകളിൽ നിന്നുള്ള പുക, വാഹനപ്പെരുപ്പം, മാലിന്യ സംസ്കരണം തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലെ പോരായ്മകൾ തന്നെയാണ് വിഷപ്പുക നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്നത്. BJP ഭരിക്കുന്ന ഇടങ്ങൾ വൃത്തിയായി നിലകൊള്ളില്ല എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഇങ്ങ് കേരളത്തിലെ തിരുവനന്തപുരത്തും നാം കണ്ടത്. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും നഗരങ്ങൾ മാലിന്യമുക്തമാക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞില്ല. നഗരത്തിലെ പല ഭാഗങ്ങളിലും മാലിന്യം നീക്കം ചെയ്യാതെ കിടന്നതോടെ CPIM നേതൃത്വത്തിൽ ശുചീകരിച്ചു. BJPയുടെ നഗരസഭാ ഭരണത്തിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്. ഗാസിയാബാദ് പോലെയും നോയിഡ പോലെയും തലസ്ഥാന നഗരിയും മാറാതിരിക്കാൻ നമുക്ക് പ്രത്യാശിക്കാം.